ഹലോ അസ്സലാമു അലൈക്കും. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. ഞങ്ങളെല്ലാവരും അൽഹംദുലില്ലാ ഇവിടെ സുഖമായിട്ടിരിക്കുന്നു. ഇപ്പോൾ റിയാദിലും സൗദിയിലും എല്ലായിടത്തും ഇപ്പോൾ 2-3 ദിവസമായിട്ട് നല്ല മഴയാണ്. ഇപ്പോൾ നാട്ടിലുള്ള പോലത്തെ ഒരു ഫീലാണ് കേട്ടോ ഈ മഴയത്ത് പുറത്തിറങ്ങുമ്പോൾ. നാട്ടിലാകുമ്പോൾ നല്ല രസമല്ലേ മഴ കാണാനായിട്ട്. നമുക്ക് ഒന്ന് പുറത്തിറങ്ങിയിട്ട് കളിക്കാം, ബാൽക്കണിയിലൊക്കെ പോയിരുന്നിട്ട് നല്ലൊരു കട്ടൻ ചായയൊക്കെ കുടിച്ചിട്ട് മഴ ആസ്വദിക്കുമ്പോൾ നല്ല രസമല്ലേ. അപ്പോൾ ഞങ്ങളിവിടെ റിയാദിലൊക്കെ ഉള്ളവർ പുറത്തുള്ളവരൊക്കെ പറ്റുന്ന പോലെയൊക്കെ മഴയൊക്കെ ആസ്വദിക്കുന്നത്. ഞങ്ങളും വീക്കെൻഡ് ആയപ്പോൾ വെറുതെ ഒന്ന് പുറത്തിറങ്ങി. ഒന്നുമില്ല പ്രത്യേകിച്ച്, ജസ്റ്റ് ഒന്ന് ലഞ്ച് കഴിക്കാനൊക്കെ ആയിട്ട് പുറത്തിറങ്ങിയാണ്. കൂട്ടത്തിൽ പ്രത്യേകിച്ചിട്ട് മഴ ഒന്ന് കാണാൻ, അത്രേ ഉള്ളൂ. ഇവിടെ നിൽക്കുമ്പോൾ നമുക്ക് അതൊക്കെ ഭയങ്കര രസമാണല്ലോ. നമ്മൾ നാട് വിട്ടിട്ട് പോകുമ്പോഴാണല്ലോ നാട്ടിൽ ഓരോ കാര്യങ്ങൾ കുറച്ചും കൂടി നമുക്ക് മിസ് ചെയ്യാം. അവിടെ ഉള്ളപ്പോൾ നമുക്ക് മഴയും വെയിലൊക്കെ വരുന്നു, അത്രേ ഉള്ളൂ. പക്ഷേ ഇവിടെ ആകുമ്പോൾ നല്ല നാട്ടിലെ ഓരോരോ ഓർമ്മകൾ, മെമ്മറീസ് വരാൻ നമുക്ക് ഇതൊക്കെ കാണുമ്പോഴാണ്. കസിൻസൊക്കെ ആയിട്ട് കൂടിയിരിക്കുന്നതും കളിക്കുന്നതും ചെറുതാവുമ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടല്ലോ, ആ ഒരു ഫീലാണ്. അപ്പം നിങ്ങൾക്കും ഈ റെയിനി ഡേയ്സ് റിയാദിൽ ഇതൊന്ന് കാണാമല്ലോ വിചാരിച്ചിട്ട് കുഞ്ഞു കുഞ്ഞ് ക്ലിപ്സ് ഞാനൊന്ന് ഒരു ഇച്ചിരി വീഡിയോ ആക്കിയിട്ട് എടുത്തുന്നുള്ളൂ കേട്ടോ. അപ്പോൾ നിങ്ങളൊന്ന് എൻജോയ് ചെയ്യൂ. ഇപ്പോൾ ഇവിടെ റിയാദിൽ ഒരുപാട് സ്ഥലത്ത് കൺസ്ട്രക്ഷൻസ് നടന്നുകൊണ്ടിരിക്കുകയാണ്, റോഡിലും പിന്നെ കുറേ പ്രൊജക്ട്സ് ഒക്കെ ഉണ്ട്. ഇപ്പോൾ ഇത് ഇവിടെ കാണുന്നതാണ് പണ്ടത്തെ നേവൽ ബേസ് ആയിരുന്നു. അവിടെ ഇപ്പോൾ ഇത് കിങ് സൽമാൻ പാർക്കിൻ്റെ കൺസ്ട്രക്ഷൻ നടന്നുകൊണ്ടിരിക്കുക. വേൾഡ്സ് ലാർജസ്റ്റ് പാർക്കാണെന്നാണ് കേട്ടിട്ടുള്ളത്. ഒരുപാട് പ്ലാൻസ് ഒക്കെ ഇപ്പോൾ അവിടെ വെച്ച് പിടിപ്പിക്കുന്നുണ്ട്. കുറേ എൻ്റർടൈൻമെൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. അതൊക്കെ 2030 ആകുമ്പോഴേക്കേ ഉള്ളൂ കഴിയുള്ളൂ. ഇൻഷാ അല്ലാഹ് അതൊക്കെ നമുക്ക് കാണാം. പണ്ട് ഞങ്ങൾ താമസിച്ചിരുന്ന അല്ലാർ ഡിസ്ട്രിക്റ്റിലൊന്നും ഒരുപാട് ഷോപ്പിംഗ് മോൾസ് ഒന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ എല്ലാ സ്ഥലത്തും കുറേ മോൾസിൻ്റെ പ്രൊജക്ട്സ് നടക്കുന്നുണ്ട്. അതുപോലെ കുറേ എൻ്റർടൈൻമെൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. എന്താണെന്നൊക്കെ ഉള്ളത് പണിയൊക്കെ കഴിയുമ്പോഴേ ശരിക്കും മനസ്സിലാവുള്ളൂ. അത്രയും പ്രൊജക്ട്സ് വരുന്നുണ്ട്. അപ്പം എല്ലാവരും അതിനൊക്കെ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഇപ്പോൾ പറ്റുന്ന പോലെയൊക്കെ ഇങ്ങനെ വീക്കെൻഡൊക്കെ ഒന്ന് എൻജോയ് ചെയ്ത്, തിരക്കൊക്കെ പിടിച്ച് നമ്മൾ പുറത്തൊക്കെ ജോബ് ചെയ്യുമ്പം, നാട്ടിലാണെങ്കിൽ പിന്നെ നമുക്ക് കസിൻസിനെയും ഫ്രണ്ട്സിനെയും ഫാമിലീസിനെയൊക്കെ മീറ്റ് ചെയ്യാം. അതൊക്കെ ആകുമ്പോൾ നമുക്ക് ആ ഒരു സ്ട്രെസ് ഫ്രീ ആയിരിക്കുമല്ലോ. അപ്പോൾ ഇവിടെ ആകുമ്പോൾ നമുക്ക് പറ്റുന്ന പോലെയൊക്കെ ജസ്റ്റ് ഒന്ന് പുറത്തൊക്കെ ഇച്ചിരി ഒന്ന് ഭക്ഷണം കഴിക്കുക, എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ തന്നെ ഹാപ്പി ആവും. പറ്റുന്ന പോലെയൊക്കെ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. കാരണം നമുക്കൊരൊറ്റ ലൈഫല്ലേ ഉള്ളൂ അല്ലേ. അപ്പോൾ പറ്റുന്ന പോലെയൊക്കെ നമ്മൾ എൻജോയ് ചെയ്യുക. പിന്നെ ഭയങ്കര സ്ട്രെസ്ഫുള്ളായിട്ട് ജീവിച്ചിട്ട് കാര്യമില്ലല്ലോ അല്ലേ. പറ്റുന്ന പോലെയൊക്കെ അധ്വാനിക്കുക, ടയേർഡാവാൻ നോക്കുക. പിന്നെ നമുക്ക് ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കുക, ഇഷ്ടമുള്ളവരുടെ കൂടെ ഹാപ്പി ആയിട്ടിരിക്കുക. അപ്പോൾ ഞങ്ങൾ ഭക്ഷണം കഴിക്കട്ടെ. അപ്പോൾ നിങ്ങൾ ഈ കുഞ്ഞു വീഡിയോ എൻജോയ് എന്ന് വിചാരിക്കുന്നു. അപ്പം ഇൻഷാ അല്ലാഹ് അടിപൊളി വീഡിയോ ആയിട്ട് ഇനിയും വരാം. ബൈ ബൈ, അസ്സലാമു അലൈക്കും.